വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓസ്ട്രേലിയ വന്നിട്ടിപ്പോൾ ഒരു 2 ആഴ്ചയോളമായി. അപ്പോൾ ഈവനിങ് കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ കറൻ്റ്ലി സ്റ്റേ ചെയ്യുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു നല്ലൊരു ഔട്ടിങ്, നല്ലൊരു ഈവനിങ് ഔട്ടിങ്ങിന് വേണ്ടി പോകാനായിട്ട് ഒരുങ്ങുകയാണ്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊരു പാർക്കൊക്കെ ആയിട്ട് പോവാണ്. അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലിയും കാണണ്ടേ. Here comes them. This is Rija and Albin. എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ ആൻഡ് ഹസ്ബൻഡ്. നമ്മളെവിടെയാ പോകുന്നത്? ലിബ്ര പാർക്കിൽ. ലിബ്ര ലൈക്ക് പാർക്കിൽ. ഇവർ നമ്മളെ കൊണ്ടുവന്നേ ഉള്ളൂ, ഞങ്ങളങ്ങ് പോവുകയാണ്. ഇവരെ വിശ്വസിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ തിങ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടുത്തെ കാഴ്ചകൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കാണാം. സോ കം വിത്ത് us. അപ്പോൾ ഗായ്സ്, ഞങ്ങളിപ്പോൾ ബിബ്ര പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് പോവുകയാണ്. ഇനി അകത്തുള്ള വിശേഷങ്ങൾ നമുക്ക് ഒന്നിച്ച് കാണാം. കം ഓൺ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബിബ്ര ലേക്ക് റീജിയണൽ പ്ലേ ഗ്രൗണ്ടിലെത്തിയാൽ കണ്ടോ, റൂട്ട് മാപ്പൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങോട്ട് പോകണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ABCD അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഞാനിവിടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ പ്ലേ ഗ്രൗണ്ട് ലോക്ക്ഡാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും സേഫ്റ്റി അവർ എൻഷുർ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ തന്നെ ഈ ഡോറ് തുറക്കാനായിട്ട് പറ്റില്ല. എപ്പോഴും സീനിയേഴ്സ് അല്ലെങ്കിൽ എൽഡർലി അസിസ്റ്റഡ് ആണ്. അത് നമ്മൾ പുൾ ചെയ്ത് തുറക്കുന്നു. അപ്പം കുഞ്ഞുങ്ങൾ അതിനകത്ത് കയറി ലോക്കായി കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റ് അനുസരിച്ച് അവർക്കത് കുഞ്ഞു പിള്ളേർക്കൊന്നും തുറന്ന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ തന്നെ ഇറങ്ങി പോകുന്നൊന്നും പേടിക്കണ്ട. നമ്മളും റിലാക്സ്ഡായിട്ട് നമുക്ക് അതിനകത്ത് നടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടും പറ്റും. സോ നമുക്ക് അകത്തോട്ട് പോകാം. ഇഷ്ടംപോലെ റൈഡ്സ് ഉണ്ട്. ഓൾറെഡി ഞങ്ങളുടെ കുഞ്ഞുങ്ങളകത്ത് പോയി അവർ പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു എൻജോയ് ഇറ്റ്. ഇതാ ഇവിടെ എൻ്റെ ഹസ്ബൻഡും മോനും സീസോയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. എൻ്റെ കുഞ്ഞവിടെ കിടക്കുന്നുണ്ട്, പ്രാമേലുണ്ട്. മോളിതാ സ്ലൈഡിൻ്റെ മണ്ടയ്ക്കൊക്കെ വലിഞ്ഞു കയറി. പക്ഷേ പകുതിയായപ്പോൾ അവൾ ആകെ സ്കേഡായി തിരിച്ചിറങ്ങിപ്പോയി. പക്ഷേ പിന്നെ അവളത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തു കേട്ടോ. എനിവേ, പത്തനംതിട്ടക്കാരുടെ അഭിമാനം കാക്കുവാനായിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. അതൊക്കെയാണ് ഞാൻ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കയറി തിരിച്ചിറങ്ങി വരുന്ന വഴി കേട്ടോ. പത്തനംതിട്ടക്കാരി വേഗം വരൂ, ഇറങ്ങി വരുന്നുണ്ടോ? എത്തിയില്ല. ഓ ഗൈസ്, എവിടെയൊക്കെയോ നിൽക്കുന്നു, സ്റ്റക്കായെന്ന് തോന്നുന്നു. അങ്ങനെ എത്തി. പ്രചോദനത്തിൽ ഞാനിവിടെ ജീവനോടെ എത്തിയിരിക്കുകയാണ്. വെൽ ഡൺ, ഹൈ ഫൈ. ഒരു ബ്യൂട്ടിഫുൾ ലേക്ക്. നമ്മുടെ നാട്ടിൽ വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഉള്ളതൊക്കെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു നല്ല വേ ഉണ്ട്, നമുക്ക് നടക്കാനൊക്കെ പോകാം. ഈവനിങ് വാക്കിനൊക്കെ ബെസ്റ്റ് ഒരു സ്ഥലമാണിത്. ഇത് ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 20 minutes ഡ്രൈവ് ഉണ്ട്. എനിവേ, ഇനിയും ഞങ്ങൾ ടേൺ അനുസരിച്ച് ഞങ്ങളൊരു വാക്കിന് വേണ്ടി പോവാണ്. ഞങ്ങളുടെ കുഞ്ഞിരി മണിയെ ഇവരെ ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വാക്കിന് പോകാനായിട്ട്. അപ്പം നമുക്ക് പോയാലോ ഇനിയും? ആണോ? കാണുവാണെങ്കിൽ ഒരു ഹൈ ബൈ ഒക്കെ പറയാലോ. കിട്ടുവാണെങ്കിൽ ഒരെണ്ണത്തെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോവാം നമുക്ക്. ആണല്ലേ? ഒരെണ്ണത്തെ കൊണ്ടുപോയേക്കാം. എവിടെ? ആഹാ, ഓക്കെ. നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കാൻ പോവുക. അപ്പോൾ ഭാഗ്യമുണ്ടേ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കും കാണാനായിട്ട് പറ്റും. കാണുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളെയും. പേടിയൊക്കെ പോയി. അപ്പോൾ ഇപ്പം 2-3 പ്രാവശ്യം കയറി. അവരും ആദ്യം വന്നപ്പോൾ ഭയങ്കരമായിട്ട് സ്കേഡായിരുന്നു. ഞങ്ങളുടെ അസിസ്റ്റൻസ് ഒക്കെ വേണമായിരുന്നത്. ഇപ്പോൾ അവർ തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ തുടങ്ങി. ഞങ്ങളും കയറി. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും, നിങ്ങൾക്കും കാണാം. അപ്പോൾ ബാ നമുക്ക് പോവാം. ഹലോ, ബൈ. അപ്പം അമ്മ ഒരു നടന്നിട്ട് വരാവേ. ആണോ? എന്നാ ബാ, നമുക്ക് പിന്നെ അങ്ങോട്ട് പോയിട്ട് വരാം. ചീഞ്ഞ മണവും കായലിന്റെ ഭംഗി. കൊച്ചിയാണോ? കൊച്ചി. അപ്പൊ നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ചു നേരം വർത്താനൊക്കെ പറ. ഓക്കെ,
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ കളിക്കാൻ വിട്ടിട്ട് ഞങ്ങൾ ഇളയ കുഞ്ഞുമായിട്ട് ഒരു കുഞ്ഞു വാക്കിന് പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം, അതിനകത്ത് എന്തൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ, ഐ ലവ് യു ഓൾ.